my dad and mommy's house. My leaf is here, my father's working, mommy's duty, and mommy's night. And you are Charlie, books, night, sand. And you are Kiro Day. And you are all the friends. And you are Kiro Party. And you are the Dale-Dale-Loo. Now can you show me? Say bye-bye. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, വിനേഷ് ഹിയർ ആൻഡ് വെൽക്കം ടു അവർ വ്ളോഗ്. പിന്നെ ഈ വ്ളോഗ് പോകുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ വേറൊരു രസമുള്ളൊരു കാര്യം കൂടെ കാണിച്ചു തരാം കേട്ടോ. കുഞ്ഞൂസിൻ്റെ കയ്യിൽ ആദ്യം ക്യാമറ എടുത്ത് കുഞ്ഞൂസ് സ്വന്തമായിട്ട് പറഞ്ഞു തുടങ്ങിയത് ഏകദേശം 1.5 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ഞാൻ ട്രൈപോഡിലൊക്കെ വെച്ച് വീഡിയോ എടുക്കാറുണ്ട്. അപ്പം ട്രൈപോഡിൽ വെച്ച് വീഡിയോ എടുക്കുമ്പോഴത്തേക്കും കുഞ്ഞൂസ് തന്നെ ആ ട്രൈപോഡ് എടുത്തുകൊണ്ട് പോയിട്ട് കുഞ്ഞൂസ് ക്യാമറയുടെ മുമ്പിൽ, നമ്മുടെ ഫോണിൻ്റെ മുമ്പിൽ നമ്മൾ നോക്കാതിരിക്കുമ്പോഴും, നമ്മൾ നോക്കിയാലും അവളധികം മൈൻഡ് ചെയ്യാറില്ല. അപ്പം കുറേ കാര്യങ്ങൾ അവൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആദ്യം കുഞ്ഞൂസ് 1.5 വയസ്സുള്ളപ്പം സംസാരിച്ച അന്ന് ഞാൻ ഗോപ്രോ ആണ് കയ്യെ കൊടുത്തിരുന്നത്. ആ സമയം സംസാരിച്ച ഒരു ക്ലിപ്പ് എൻ്റെ കിടപ്പുണ്ട്. അത് ഞാൻ നിങ്ങളെ ഇപ്പം കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ കുഞ്ഞിനെ നോക്കി അങ്ങനെ പിടിച്ചു. നീ പറ. Footaya. Okay. Boy. Donation go to you. Donna. You boy. No. I did it for me. No. Go sit. Okay. കുഞ്ഞൂസ് ഇപ്പം ട്രൈപോഡൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് സ്വന്തമായിട്ട് റെക്കോർഡ് ചെയ്യുന്ന കുറച്ച് വീഡിയോസും കൂടെ മിക്സ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ ഈ വ്ളോഗ് പോകുന്നതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞൂസിൻ്റെ ആ വീഡിയോയും കൂടെ നമുക്ക് കാണാം കേട്ടോ. Welcome my dad and mommy's house. My leaf is, my slide is working. Dale-Dale-Loo, keep a masala-loo. It's coming salami, limramalel. Laugh-on, limramalel. And you are all you 5. See you, bye-bye. I'll call you today. And you follow mommy, but I'll be alright. See you, bye-bye. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് മുൻകരത്തിലെ റീസൈക്ലിംഗ് സെൻറ്ററിലാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് പ്ലേസസ് ഉണ്ട്. ഇങ്ങനെ ഓരോരോ ഇതായിട്ട് അവർ തരം തിരിച്ചേക്കുവാണ് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് വേസ്റ്റുകൾ കൊണ്ട് കളയാം. ഇത് ഒരു കാറിന് 5 യൂറോയേ ഉള്ളൂ. ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് വേസ്റ്റുകളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതെല്ലാം ഇവിടെ കളയാൻ കൊണ്ടുവന്നതാണ്. ഇത് ഞങ്ങൾക്കിപ്പം ഞങ്ങളുടെ ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ പില്ലോസ്, മെത്തകൾ യൂസ് ചെയ്യാത്തത്, പിന്നെ ഇതുപോലത്തെ ഇലക്ട്രിക്കൽ ഐറ്റംസ്, പിന്നെ ചെടിച്ചട്ടികൾ, പിന്നെ ഞങ്ങളിവിടെ കാറിൻ്റെ വീല് ഓടിയുടെ ഒരു അലോയി മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അലോയിയുടെ ഒരു ഇത് അതൊക്കെ ഇവിടെ കൊണ്ട് കളയാനായിട്ടാണ് വന്നേക്കുന്നത്. ഞങ്ങൾക്ക് ഒരു കാറേ ഉള്ളായിരുന്നു, ഒരു കാറിനുള്ള വേസ്റ്റേ ഉള്ളൂ. ഇങ്ങനെ ബ്ലാക്ക് ബിന്നിൽ അങ്ങനെയും ബ്ലാക്ക് കവറിലും കെട്ടിക്കൊണ്ട് വരാം, അല്ലാതെ നമുക്ക് കൊണ്ടുവിടാം. പിന്നെ എന്ത് പറ്റി? ചൂടെടുക്കുന്നു കുഞ്ഞൂസിന്. കാറിലകത്ത് കയറിയിരുന്നോ? അതിനകത്ത് കയറിയിരുന്നോ? ബാ, ഇവിടെ ഇരുന്നോ, സീറ്റിലിരുന്നോ? വേണ്ട, കുഞ്ഞൂസിന് വെയിലടിച്ചപ്പോൾ ചൂടെടുക്കുന്നു കേട്ടോ. പിന്നെ പിന്നെ നമുക്കിവിടെ ഇലക്ട്രോണിക്സ് ഒക്കെ കൊണ്ട് കളയാം, യൂസ് ചെയ്യാത്ത ഇലക്ട്രോണിക്സുകൾ അങ്ങനെയൊക്കെ. പക്ഷെ നമ്മൾ കൊണ്ട് വരണം കേട്ടോ. അങ്ങനത്തെ ഇതാണ്. എന്നുവെച്ചാൽ ഇപ്പോൾ വാഷിംഗ് മെഷീനൊക്കെ ആണെങ്കിൽ നമ്മുടെ വണ്ടിയിൽ കയറണം. ഇതിപ്പം ഞങ്ങളുടെ ഈ വണ്ടിയിൽ കയറത്തില്ല. വലിയ വണ്ടികളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ. ഇത് കണ്ടോ, ഇലക്ട്രോണിക് വേസ്റ്റ് കളഞ്ഞേക്ക് നോക്കിയ ആൾക്കാർ. വണ്ടി വരുന്നുണ്ടേ മുത്തേ ഉണ്ടോ? അവിടെ എല്ലാം ഇലക്ട്രോണിക് വേസ്റ്റാണ് കളഞ്ഞേക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ഒരു സ്കിപ്പറിൽ പ്ലാസ്റ്റിക്, ഇത് അവിടെ പ്ലാസ്റ്റിക് ഉള്ളിയെന്നും പറഞ്ഞ് അവിടെ എല്ലാം ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു സ്കിപ്പറിൽ ഇവർ നമുക്ക് ആവശ്യമില്ലാത്ത ബ്രിക്സുകളൊക്കെ, എന്ന് വെച്ചാൽ നമ്മളെ ഈ ചില കൺസ്ട്രക്ഷനൊക്കെ നമ്മൾ പൊളിക്കുമല്ലോ. അപ്പോൾ അത്യാവശ്യം ചെറിയ ബ്രിക്സുകളൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ വണ്ടിയിനകത്ത് കൊണ്ടുവന്നിട്ട് ബ്രിക്സ് കളയാനുള്ള ഒരു സ്കിപ്പർ അവർ വെച്ചിട്ടുണ്ട്. പിന്നെ മണ്ണ് ഇവിടെ ഫ്രീ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഞാനത് കാണിച്ചു തരാം നിങ്ങളെ. അതായത് ഇതൊക്കെ ബ്രിക്സ് കളയാനുള്ള, അതിനകത്ത് കൊണ്ട് കളയാനുള്ളതാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ അവിടെ കൊണ്ട് കളയാൻ പോകും.
ഇന്ന് നമ്മളുടെ ചെറിയൊരു പണിയാണ് കേട്ടോ. നമ്മളുടെ ടാറിനകത്ത് കുറച്ച് കട്ടറുകളുണ്ടായിരുന്നു, അപ്പോൾ അത് നമ്മൾ അടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ അടയ്ക്കാൻ ഭയങ്കര ഈസിയാണ്. കാരണം ഞാൻ ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ ഇങ്ങനെ നമുക്ക് പ്രോഡക്റ്റ് കിട്ടും. കോൾഡ് ലേ മക്കഡം ഫോർ പാച്ചസ് ആൻഡ് പാത്ത് ആൻഡ് ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് നമ്മൾ ഡ്രൈവേ റിപ്പയറിനും നമ്മളുടെ ഈ കട്ടറൊക്കെ അടയ്ക്കുന്നതിനും എല്ലാം. അപ്പം ഞങ്ങൾക്ക് ഇവിടെ ഒരു കട്ടർ ഉണ്ടായിരുന്നു. ഞാനൊരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു കുഞ്ഞൂസ് ഇതിനകത്ത് മറ്റേ മടിപ്പാടിൽ പോലെ ആണ് ചാടുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളത് അടയ്ക്കാതിരുന്ന് അതിങ്ങനെ വൃത്തികേടാ. എന്ന് വെച്ചാൽ നമ്മൾ ഈ വണ്ടി പോകുമ്പോഴും കയറുമ്പോഴും വേണമെങ്കിൽ അങ്ങനെ കളയാം. പക്ഷേ വൃത്തികേട് മാത്രമല്ല, അതിങ്ങനെ ആ ഹോളും അത് ഭയങ്കര ബിഗായി വന്നോണ്ടിരിക്കുക, സൈഡിൽ നിന്ന് അത് ഇളകിയിട്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇത് ഞങ്ങളൊരു 3 പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക, വേറെ പണിയൊന്നുമില്ല, ജസ്റ്റ് ക്ലീൻ ചെയ്യുക, ഇതിനകത്ത് ആവശ്യത്തിന് ഇടുക. എന്നിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പണ്ട് ഈ നിരന്തല്ലി എന്നൊക്കെ പറയത്തില്ല, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇരുന്ന് അടിച്ച് ഉറപ്പിക്കുന്നത്. ഒന്നുകിൽ അത് സാധാരണ റോളർ വെച്ചിട്ടൊന്ന് ഫിക്സ് ചെയ്യാന്നാണ് പറയുന്നത്. ഇത് ഇടുമ്പം തന്നെ ഇത് ഈ ഗ്രാവിറ്റി കാരണം ഇങ്ങനെ താന്നു പോകുന്ന നമുക്ക് അറിയാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ഇട്ടിട്ട് ഞാൻ അടിച്ചുറപ്പിച്ചിട്ടില്ല, ആ ഹോള് ക്ലീൻ ചെയ്തിട്ട് ഇട്ടേക്കും. അപ്പം ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ശരിക്കും ഇത് നന്നായിട്ട് ഫില്ല് ചെയ്യണം, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ എപ്പോഴും വണ്ടി ഇതിൻ്റെ മുകളിലോട്ടൊന്നും കയറുന്നില്ല. അപ്പോൾ ഇതുപോലത്തെ ഒരു നല്ല വെയിറ്റ് ഉള്ള കല്ല് വെച്ച് ജസ്റ്റ് ഒന്ന് ഇത് ശരിക്കും നമ്മുടെ ഒറിജിനൽ മെറ്റല് ടാറിൽ മിക്സ് ചെയ്ത് നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങാൻ കിട്ടുന്നേ അല്ലേ? അത് നമ്മൾ കൊണ്ട് കുഴിയിലോട്ട് ഇട്ട് നമ്മൾ അടിച്ചുറപ്പിച്ചാൽ മതി. ഓക്കെ, ഭയങ്കര ഈസി അല്ലേ? ഇത് കോൾഡ് ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയുള്ളപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇടാം. വെതർ പ്രശ്നമില്ല. ഇത് വേറെ എത്ര 5 യൂറോ 6 യൂറോ എങ്ങാണ്ടേ ഉള്ളൂ ഈ പാക്കറ്റിന്. പിന്നെ ഞങ്ങൾ ഇതിന്റെ സൈഡിൽ ഇടുന്നുണ്ട്, കാരണം ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ പോച്ച പിടിക്കുന്നുണ്ട്. അപ്പോൾ ആ സൈഡുകളും കൂടെ ഇട്ട് പോയി കഴിഞ്ഞാൽ പോച്ച കയറി വരാനുള്ള ഇത് കുറയ്ക്കാം നമുക്ക്. പിന്നെ ഞങ്ങൾക്ക് കണ്ടോ, ഞങ്ങൾക്ക് ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇത് നമുക്ക് ഡാർവിൻ തന്നതാണ്, അർബാന. നമ്മുടെ നാട്ടിലെ അർബാന എന്ന് പറയും. ഡാർവിന് വാങ്ങിയിട്ട് ഡാർവിൻ്റെ വീടിൻ്റെ ചെറിയ ബാക്ക് യാർഡിൽ പണിയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അവരുടെ യൂസ് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വെച്ചോളാൻ പറഞ്ഞു. ആവശ്യമുള്ളപ്പം ഡാർവിൻ ഇവിടുന്ന് വന്ന് വാങ്ങും. കാരണം ഞങ്ങളെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു 10 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ. അപ്പം അത് ഞങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുള്ളാണ് കേട്ടോ. പുല്ല് വെട്ടുമ്പോഴും എല്ലാം ഞങ്ങളൊരെണ്ണം വാങ്ങാതിരിക്കുമായിരുന്നു. അപ്പം ഡാർവിൻ പറഞ്ഞു വെറുതെ വാങ്ങണ്ട, കാരണം നിങ്ങൾ അവിടെ സ്ഥലമുണ്ടല്ലോ, നിങ്ങളുടെ ഇവിടെ വെച്ചേരെ, ഞാൻ അവന് ആവശ്യമുണ്ടെങ്കിൽ വന്ന് എടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഇന്നലെ പുല്ലൊക്കെ വെട്ടി. അപ്പം ഇപ്രാവശ്യം ഞങ്ങൾ 7ാമത്തെ ഇത് ഞങ്ങളുടെ മാർച്ചിലല്ലായിരുന്നു അവിടെ നമ്മൾ ഫസ്റ്റ് പുല്ല് വെട്ടുന്നത്. മാർച്ച് മുതൽ ഇപ്പം ഞങ്ങൾ ഇത് എടുക്കുന്നത് ഞങ്ങളിപ്പോ ഈ വീഡിയോ എടുക്കുന്ന സെപ്റ്റംബർ പാതിയിലാ അല്ലേ? സെപ്റ്റംബർ പാതിയാ. ഇതുവരെ ഞങ്ങൾ 7 തവണയെ വെട്ടിയിട്ടുള്ളൂ കേട്ടോ. പുല്ല് വെറും 7 തവണയെ വെട്ടിയിട്ടുള്ളൂ. നമ്മുടെ വീഡ് കില്ലറിന് അടിക്കുന്ന ഒരു ഇത് ഈ പ്രോഡക്റ്റ് ഒന്ന് കാണിച്ചടി. വെർവ് റാപ്പിഡ് ആക്ഷൻ വീഡ് കില്ലർ. ഇത് ജസ്റ്റ് വെയിലുള്ള സമയത്ത് അടിക്കണം. മഴയുണ്ടെങ്കിൽ അത് യൂസ്ഫുൾ ആയിരിക്കത്തില്ല, അതിങ്ങനെ അതിലൂടെ ഒഴുകിപ്പോകും. വെയിലുള്ള അല്ലെങ്കിൽ മഴയില്ലാത്ത നേരം നോക്കി നമ്മൾ ഈ കുഞ്ഞു ചെടികൾ വളർന്നു വന്ന് അടിച്ചു കഴിഞ്ഞാൽ അത് ഉണങ്ങിപ്പോകും. ഫുള്ള് നന്നായിട്ട് മൂട് ഉൾപ്പെടെ കരിഞ്ഞങ്ങ് പൊടിഞ്ഞു പോകും. അപ്പൊ നമുക്ക് ലോ മെയിൻ്റെനൻസ് ആയിരിക്കും. പ്രത്യേകിച്ച് ഈ ഡ്രൈവേയും കാര്യങ്ങളും ഒന്നും പുല്ലൊക്കെ പോച്ച പറിക്കണ്ട സത്യം പറഞ്ഞാൽ, അത് അങ്ങനെ പൊടിഞ്ഞങ്ങ് പോകും. പിന്നെ ഒരു ഉറപ്പായിട്ട് നോക്കേണ്ട, മഴയുള്ളപ്പോൾ അടിച്ചുള്ള പ്രശ്നം എന്നറിയോ, ഈ കെമിക്കൽ ഒഴുകി വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി കെട്ടിക്കിടന്നാൽ അവിടുത്തെ പോച്ചകളായിരിക്കും ഉണങ്ങി പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു 4 ഹവറെങ്കിലും ഡ്രൈ ആയിട്ട് കിട്ടുന്ന സമയത്തെ വീഡ് കില്ലർ അടിക്കാവൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അല്ലറ ചില്ലറ കുറേ പണികൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഞങ്ങൾ ഈസി ആയിട്ട്, എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ഈസി ആയിട്ടാണ് പുല്ല് വെട്ടുന്നത്. ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് വെട്ടി തീർക്കാൻ പറ്റും. കാരണം ഞങ്ങൾ ട്രിം ചെയ്ത് ഇങ്ങനെ വിട്ടുകൊണ്ടേ ഇരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അധികം പുല്ല് വേസ്റ്റ് വരുന്നില്ല. ഇങ്ങനെ മെയിൻ്റനൻസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കേട്ടോ. അല്ലാത്തവർക്ക് സ്ട്രെസ് ആയിരിക്കും. ഞങ്ങൾക്ക് ഇതൊക്കെയാണ്, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ഇവിടെ കണ്ടോ, ഞങ്ങൾ ചെടിച്ചട്ടിയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്ത് നമ്മൾ റിഫ്ലക്ടറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ ഗേറ്റിലോട്ട് കയറാൻ വേണ്ടി ഞങ്ങൾക്ക് ആ റിഫ്ലക്ടർ വണ്ടി വരുമ്പോഴത്തേക്കും റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങൾ ചെയ്തു. പിന്നെ ഇവിടെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ അവർ ഫൈബർ കണക്ഷൻ ഇടാൻ വേണ്ടി ഇപ്പോൾ റിയർ ക്രോസിൽ ഫൈബർ വരുവാണ്, ഒപ്റ്റിക്കൽ ഫൈബർ. അപ്പോൾ അതിൻ്റെ കണക്ഷന് വേണ്ടി അവരിത് കുത്തിപ്പൊളിച്ചതാണ്. എന്നിട്ട് അവർ മെറ്റലൊക്കെ ഇട്ടിട്ട് പോയി. ഇവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് മുനിസിപ്പാലിറ്റിയുടെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ വീടിൻ്റെ പറമ്പെന്ന് പറയുന്നത് ഈ റോഡിൻ്റെ ഈ സെൻട്രൽ ലൈൻ വരെയാണ് ഞങ്ങളുടെ ഫോളിയോ കൊടുത്തേക്കുന്നത്. ഇവിടെ വരെ നമ്മളുടെ ഉത്തരവാദിത്തമാണ് വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത്. പക്ഷേ ഇത് എപ്പോൾ വേണമെങ്കിലും മുനിസിപ്പാലിറ്റി വന്നിട്ട് അവർ വന്നിട്ട് അവരുടെ ഇഷ്ടത്തിന് ഇവിടെ പണിയും കേട്ടോ, ഫുട്പാത്തും എല്ലാം അങ്ങനെ.
റീസെൻ്റ്ലി അവർ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നല്ല വൃത്തിക്ക് ടാർ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. ശരിക്കും അതൊരു നല്ല കാര്യമാണ്. ശരിക്കും നമ്മുടെ ആ ഡ്രൈവ് നല്ല വൃത്തിയായിട്ട് തന്നെ കിടക്കും. അതുമല്ല ആ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ നല്ല പെർഫെക്ഷനോടെയാണ് കേട്ടോ, നല്ല വൃത്തിയോടെയാണ്. കറക്റ്റ് സ്ട്രൈറ്റ് ലൈനിൽ തന്നെ അവർ എടുത്തിട്ട് ടാർ ചെയ്തിട്ടാണ് പോയേക്കുന്നത്. കുഞ്ഞൂസിൻ്റെ റൂമിലെ ചെയറിൽ എൻജോയ് ചെയ്യുവാണേ. എന്തോ എവിടെ കയറി പോവാ? ആ, കുഞ്ഞൂസിന് 2 ബെഡാ. ഒന്ന് സ്ലീപ്പ് ഓവറിന് ഫ്രണ്ട്സ് വരുമ്പം കിടക്കുന്നതാ. പോപ്പി ചേച്ചി മണിക്കുട്ടിയൊക്കെ വരുമ്പം കിടക്കുന്നതാണോ? ഓ യാ, ഗുഡ് ഗേൾ. ഇതെന്തുവാ? അതെന്തുവാ അത്? ഓ, ടർട്ടിൽസാ. ഇത് ഫുഡ് എടുക്കാൻ കാണിച്ചതാ. ഓൺലി ഡോഗ് ഉള്ളൂ. ഡോഗ് ക്യൂട്ടാ. ഇത് ഫുള്ള് മെസ്സാണല്ലോ. ഇതാരാ ഇങ്ങനെ മെസ്സാക്കി ഇടുന്നേ? ഇതെന്തോ ഈ മെസ്സാക്കി ഇട്ടേക്കുന്ന ആരാ? അറിയില്ല. കുഞ്ഞൂസിന്റെ ഹൗസിൽ ജെല്ലി ബോക്സ് എടുത്ത് വെച്ചേക്കുവാണേ. നമുക്ക് ഇഷ്ടം പോലെ ജെല്ലിയാ. ഓൺലി 1 കഴിക്കാവൂ. ഓക്കെ, ഹെൽത്തി അല്ല. കുഞ്ഞൂസ് എത്ര ജെല്ലി കഴിക്കും? only 3. അതിൽ കൂടുതൽ കഴിക്കില്ല. Yeah, good game. Welcome my dad and mom house. My leaf is working, food is working, plant is working, food is working. And my mom is night and duty. You were day. Dale lo, kipama samalo, lamalo. Mommy's night and duty. Bye bye, see you. Welcome my Welcome my dad and mom is here. My mom and dad is here. Mom is night on duty and they are love and Mike and usually. You are the cop. Say bye bye. You come and help me, you money.